ജബ്ബാർ മൗലവിയുടെ ലേഖനത്തെ യാ ഇബാദല്ലയുമായി കൂട്ടിക്കെട്ടി അതിനെ ന്യായീകരിച്ചുകൊണ്ട് NV സാലിമും സംഘവും പറഞ്ഞത് ഇതാണ്. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറഞ്ഞത് ഇത് അനുവദനീയമാണ് എന്നാണ് ഈ ആളുകളുടെ വാദമെന്ന്. അദ്ദേഹം ഒരു വോയിസ് ഇട്ടുണ്ട് അനീഫ് കായക്കൊടിക്ക്. ഞാൻ ഈ വിഷയം സാലിംക്ക് സംസാരിച്ചപ്പോൾ സാലിംക്ക് എനിക്ക് വോയിസ് ചെയ്യുന്നു. ഇത് ഞാൻ പ്രശ്നപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരലോകബോധമുള്ള KNMകാരോ എല്ലാ ആൾക്കാരുണ്ടെങ്കിൽ ആ സാലിം ഖാൻ്റെ വോയിസ് ഒന്ന് കേൾക്കണം. അത് നമ്മളെടുക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യത്തെ ഇത്ര വളരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ പേരിൽ പോലും ഈ ആളുകൾ എന്ത് ചെയ്യുന്നു? കളവ് പറയുന്നു. അഹ്ലുസുന്നന്റെ ഇമാമികളുടെ പേരിൽ കളവ് പറയാതെ, യഥാർത്ഥ സലഫികളുടെ പേരിൽ കളവ് പറയാതെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും പേരും പ്രമാണങ്ങളുടെ പേരും കളവ് പറയാതെ ഈ പറയപ്പെട്ട ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. യാ ഇബാദല്ലാ എന്നതിലെ ഉദ്ദേശ്യം മലക്കുകളാണ് എന്ന് അൽബാനി പറഞ്ഞല്ലോ, വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ആ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി KNMൻ്റെ ഭാഷയിൽ മുശ്രിക്കാണ്. പ്രമാണങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്തതുകൊണ്ട് അപകടം പറ്റിയ വേറൊരു ടീമാണ് ഇവിടുത്തെ CD ടവർ ആസ്ഥാനമാക്കിയൊക്കെ പ്രവർത്തിക്കുന്ന. അതായത് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പ്രമാണങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കൈയൊഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ അവരുള്ളത്. അതിനേക്കാളും ഗുരുതരമായ അവസ്ഥയാണ് അപ്പുറത്തെ നമ്മുടെ മർക്കസുദ്ദാവയുടെ സഹോദരന്മാർക്കൊക്കെ ഉള്ളത്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഒന്ന്, ഈ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ മാലിക് സലഫി തിരിമറി നടത്തിയിട്ടുണ്ട്, ഫൈസൽ മൗലവിയൊക്കെ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇവർ ആരോപിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് ആദർശ സമ്മേളനത്തിൽ ഈ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരുന്നല്ലോ. അപ്പോൾ മാലിക് സലഫി അവിടെ സംസാരിച്ച ആ ഒരു എന്താണ് വിഷയമെന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ആ ഒരു വിഷയം നമുക്കൊന്ന് കണ്ട് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് വരാം. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി നിങ്ങൾ പറഞ്ഞതുപോലെ യാ ഇബാദല്ലാ എന്നതിൻ്റെ ഉദ്ദേശം ജിന്നാണ് എങ്കിൽ അത് ശിർക്കുൻ ബയ്യിനാണെന്ന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി എവിടെ പറഞ്ഞു? ഇത് ഇവർ KJന്റെ സർക്കുലറിൽ പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ചർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇവർ ആരോപിക്കുന്ന തിരിമറി നടത്തി എന്നൊക്കെ ആരോപിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് മാലിക് സലഫി തന്നെ വിശദീകരിക്കണം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ രണ്ടാമതും ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചർച്ച ഉണ്ടായ സന്ദർഭത്തിൽ 2012 ഫെബ്രുവരി 6-ാം തീയതി ചേർന്ന കേരള ജമിയത്തുൽ ഉലമ നിർവാഹക സമിതിയുടെയും ഫത്വ ബോർഡിൻ്റെയും സംയുക്ത യോഗത്തിൽ ഐക്യകണ്ഠേനെടുത്ത തീരുമാനം എന്ന് പറഞ്ഞ് ഒരു സർക്കുലർ എല്ലാ ശാഖകളിലേക്കും ഈ ആളുകൾ കൊടുത്തിരുന്നു. ആ കൊടുത്ത വിഷയത്തിൽ യാ ഇബാദല്ലാ എന്ന ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ കൊടുത്ത ഒരു വിശദീകരണമുണ്ട്. ആ വിശദീകരണത്തിൽ യഥാർത്ഥത്തിൽ ചില തിരിമറികളുണ്ട്. അത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ പേരിൽ ഇവർ ചില സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ കിതാബിലുള്ളതിന് എതിരാണ്, അല്ലെങ്കിൽ അൽബാനിയുടെ കിതാബിലില്ല. ഇതാണ് ഞാനവിടെ പറഞ്ഞത്. അപ്പോൾ അതിനെ നമ്മൾ തിരിമറി നടത്തിയതാണ്, യഥാർത്ഥത്തിൽ അൽബാനിയുടെ കിതാബിൽ അങ്ങനെ ഉണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവരോട് വളരെ വിനയത്തോടെ നമ്മൾ ചില സംഗതികൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കാൻ. അതൊന്നെന്താ വെച്ചാൽ, സർക്കുലറിൽ തൊബ്രാനി, അബൂ യഅല, ഇബ്നു സുന്നി മുതലായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച യാ ഇബാദല്ലാ ഐനുനി എന്ന ഹദീസ് ദുർബലവും അസ്വീകാര്യവുമാണ്. അത് തർക്കമല്ല, സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദുർബലമായ ഈ ഹദീസിലെ ഇബാദല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദൃശ്യമായ മഹാന്മാരാണെന്നോ മലക്കുകളാണെന്നോ മറ്റാരെങ്കിലുമാണെന്നോ എന്നതോ പ്രസക്തമല്ല. അവിടെ ചില സംഗതികൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ യാ ഇബാദല്ലാ ഐനുനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ 1970-കളിൽ മഹാന ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയോട് അദ്ദേഹത്തിൻ്റെ സൽസബിലേക്ക് ചോദ്യം വന്നു. പയ്യോളിയുള്ള ഒരു മുസ്ലിയാർ പ്രസംഗിച്ചതുമായി കൊണ്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അന്ന് ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, അത് എഴുതിയത് പാലത്ത് അബ്ദുറഹ്മാൻ മദനിയാണ്, പക്ഷെ ഉമർ മൗലവിയുടെ ആശംസ അതിനുണ്ട്. ഉമർ മൗലവി അന്ന് അവിടെ കൊടുത്ത മറുപടിയിൽ യഥാർത്ഥത്തിൽ ഹദീസ് ദഈഫാണ് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഹദീസ്, ഈ ദുർബലമായ ഹദീസ് എന്തിനാണ് ഇവിടെ സൂഫികൾ തെളിവ് കൊണ്ടിരുന്നത്? ഈ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശം അള്ളാഹു അല്ലാത്ത മഹാന്മാരും അതുപോലെ തന്നെ ഉലിയാക്കന്മാരും മരിച്ചുപോയ ആളുകളും, ആ മരിച്ചുപോയ ആളുകളെ വിളിച്ച് തേടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ തെളിവ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശം മരിച്ചുപോയ ആളുകളല്ല,
എന്നതാണ് നമ്മൾ തെളിവ് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇബാദുള്ളയിൽ ആരാണ് ഉദ്ദേശമെന്ന് പ്രസക്തമുണ്ട്. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഉമർ മൗലവി റഹ്മത്തുള്ളാഹി പറഞ്ഞത് അവിടെ മൊയ്‌ദി ഷേഖെ എന്ന് വിളിച്ചാൽ അത് ഷിർക്കാണ്. അത് വളരെ വ്യക്തമായി പറഞ്ഞു. അതേ സമയത്ത് അവിടെ ജിന്നാണ് അല്ലെങ്കിൽ മലക്കുകളാണ് ഉദ്ദേശം എന്ന് ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ദുർബലമായ ഹദീസാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അത് പ്രസക്തമല്ല എന്ന ഭാഗം ഒരു ചെറിയ അവ്യക്തതയിലുണ്ട്. ഇനി റിജാലുൽ ഗൈബോ ജിന്നോ ആണെന്ന് കരുതി യാ ഇബാദുള്ള ഐനൂനി എന്ന് വിളിക്കുന്നത് വ്യക്തമായ ശിർക്കാണെന്ന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ഗണ്യതമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത് വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഷെയ്ഖ് അൽബാനി എവിടെയാണ് ജിന്നാണെങ്കിൽ ഇതിൽ പറഞ്ഞതുപോലെ ജിന്നാണെങ്കിൽ യാ ഇബാദുള്ള ഐനൂനി എന്ന് പറയുന്ന ഹദീസിൽ ജിന്നാണെങ്കിൽ അത് ഷിർക്കുൻ ബയ്യിനാണ് എന്ന് എവിടെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആളുകൾ ഇത് നമ്മൾ പിന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് ദഈഫ കാണാതെയല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമ്മളിത് കണ്ട് വായിച്ചതിന് ശേഷമല്ലേ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവർ ഇവിടെ ഒരു വലിയ തെറ്റിദ്ധരിപ്പിക്കൽ നടത്താണ്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി തൻ്റെ സിൽസിലത്തുൽ ദഈഫയിൽ 655-ാമത്തെ ഹദീസും അതുപോലെ തന്നെ അടുത്ത ശേഷമുള്ള അതിന് ശേഷമുള്ള 656-ാമത്തെ ഹദീസും ചർച്ച ചെയ്യുന്നിടത്താണ് വിഷയം പറഞ്ഞിട്ടുള്ളത്. സിൽസിലത്തുൽ ദഈഫയിലാണ് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം ഹദീസ് ഉദ്ധരിച്ചു, എന്നിട്ട് യാ ഇബാദ അഹ്ബിസു അലയ്യ ഫൈന ലില്ലാഹി ഫിൽ അർളി ഹാദിറൻ സയഹ്ബിസു അലൈക്കും എന്ന് പറഞ്ഞ ഹദീസ് ദഈഫാന്ന് പറഞ്ഞു. എന്നിട്ട് വസനദുഹു ദഈഫുൻ സനദ് ദഈഫാണ് ലാക്കിൻ നവവി പറഞ്ഞിട്ടുണ്ട് ഇന്നഹു ജറബഹു ഈ ഹദീസ് അദ്ദേഹം തജ്രിബയായിട്ട് ചെയ്തിട്ടുണ്ട്, അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചില ഷെയ്ഖുമാർ ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിൻ്റെ ഗണ്ണിക്കാണ് ഇബാദത്ത് ഒരിക്കലും തജ്രിബ കൊണ്ട് പറ്റില്ല. കാരണം ഇന്ന ആളുകൾക്ക് തജ്രിബ ഉണ്ടെന്നുള്ളതുകൊണ്ട് ഒരു അഖീദ സ്ഥിരപ്പെടുത്താൻ ഇബാദത്ത് സ്ഥിരപ്പെടുത്താൻ അത് പറ്റില്ല. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിൻ്റെ ഒരു വാചകം ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അവിടെ കൊണ്ടാണ് ഇമാം ഹറവി ഉദ്ധരിച്ച. അപ്പോൾ ഷെയ്ഖ് അബ്ദുല്ലാഹി മുബാറക്ക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ചില യാത്രകളിൽ അദ്ദേഹത്തിന് ചില വിവരം കിട്ടി, അതായത് ഒരാൾ വഴിതെറ്റിക്കഴിഞ്ഞാൽ ഇബാദല്ലാ എന്ന് വിളിക്കണം. അപ്പോൾ എന്താണ് അബ്ദുല്ലാഹി മുബാറക്ക് ചെയ്തത്? അത് ഒറ്റയടിക്ക് ശിർക്കാന്ന് പറഞ്ഞിട്ടുള്ളതല്ല, നേരെ മറിച്ച് ഫജഅൽതു അത്ലുബുൽ ജുസ്അ അൻദുർ ഇസ്നാദഹു, അതിൻ്റെ സനദ് ഞാൻ പരിശോധിച്ചു. അതായത് അബ്ദുല്ലാഹി മുബാറക്ക് റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ സനദ് പരിശോധിച്ചു. എന്നിട്ട് ഫലം ഇസ്തജിസ്, എന്നിട്ട് അദ്ദേഹം അത് പാടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ ചോദിച്ചാൽ ലാ യറ ഇസ്നാദ്, ഒരു സനദ് കാണാതെ ഒരു സംഗതി അമൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതല്ലാതെ അത് ശിർക്കാണ് എന്ന് മുത്തലക്കം പറഞ്ഞുകൊണ്ടല്ല, അതിൻ്റെ സനദ് അദ്ദേഹം കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് അമൽ ചെയ്യാതെ അദ്ദേഹം ഒഴിവാക്കി. ഇതാണ് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ അടുത്ത ഹദീസ് വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി വളരെ കുറച്ച് വിശദമായി കൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ് വാ അൻ ഹാദൽ ഹദീസ് ദഈഫ്, രണ്ടാമത്തെ ഹദീസ് കല്ലദി ഖബലു, രണ്ടാമത് കൊടുത്ത ഹദീസും ഇതേ സമാനമായ ഹദീസാണ്. അതായത് ഇദാ അല്ലാഹദുക്കും ഷൈഅൻ ഔ അറാദ യാ ഇബാദല്ലാ അഗീസൂനി യാ ഇബാദല്ലാ അഗീസൂനി ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ ഹദീസും ദഈഫാണ്. എന്നിട്ട് പറയുന്ന വാചകം ശരിക്കും ശ്രദ്ധിക്കുക, ഫലൈസ ഫീഹി ദലീലുൻ അലാ ജവാസിൽ ഇസ്തിഗാസത്തി ബിൽ മൗതാ മിനൽ ഔലിയാഇ വസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിലും ഔലിയാക്കന്മാരിലും പെട്ട മരിച്ചുപോയ ആളുകളോട് ഇസ്തിഗാസ ചെയ്യാൻ ഈ ഹദീസിൽ ഒരിക്കലും തെളിവില്ല. കാരണം ഇതിനാണ് സൂഫികൾ തെളിവാക്കുന്നത്, മരിച്ചുപോയ ഔലിയാക്കന്മാരോടും സ്വാലിഹീങ്ങളോടും പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്നിട്ട് അദ്ദേഹം പറയും ലി അന്നഹുമാ സ്വരീഹാൻ, അഥവാ ഈ രണ്ട് ഹദീസും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലി അന്നൽ മഖ്സൂദ ഇബാദുള്ള കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഫീഹിമ ഖൽഖുൻ മിൻ ഗൈരിൽ ബശരി, മനുഷ്യരല്ല ഇവിടെ ഉദ്ദേശം, മനുഷ്യരല്ലാത്ത സൃഷ്ടികളാണ്. ബദലീലി ഖൗലിഹി ഫീൽ ഹദീസിൽ അവൽ, ഒന്നാമത്തെ ഹദീസിൽ അത് പറഞ്ഞിട്ടുണ്ട് ഫൈന ലില്ലാഹി ഫിൽ അർദി ഹാദിറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഫൈന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, അപ്പോൾ ഹാദിറാണ് എന്ന് പറഞ്ഞു ഒന്നാമത്തെ ഹദീസിൽ. രണ്ടാമത്തെ ഹദീസിൽ ഹാദിറാണെങ്കിലും കാണാത്തവരാന്ന് പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയാണ് വഹാദൽ വസ്ഫു ഇന്നമ യൻതബിഖു അലൽ മലായികത്തി ബിൽ ജിന്നി, അപ്പോൾ ഉണ്ട് പക്ഷെ കാണുന്നില്ല, അതിന് മനുഷ്യരല്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ആ വിശേഷണം യോജിക്കുന്ന ആർക്കാണ്? ഒന്നുകിൽ മലക്കുകൾക്ക്, അതല്ലെങ്കിൽ ജിന്നുകൾക്കാണ്. ലി അന്നഹും അല്ലദീന ലാ നറാഹും ആദത്തൻ, അവരെയാണ് നമ്മൾ സാധാരണ കാണാതിരിക്കുക. എന്നാൽ വഖദ് ജാഅ ഫി ഹദീസിൻ ആഖർ തഅയ്യിനു അന്നഹും ത്വായിഫത്തു മിനൽ മലായിക, അപ്പോൾ ഒന്നുകിൽ ജിന്നാകാം അല്ലെങ്കിൽ മലക്കാകാം. ഇത് രണ്ടാണ് ഈ രണ്ട് വിശേഷങ്ങൾ.
പക്ഷെ മറ്റൊരു ഹദീസിൽ ഇത് മലക്കാണെന്ന് വ്യക്തമായി വന്നിട്ടുണ്ട്. അത് ഇമാം ബസാർ ഉദ്ധരിച്ച ഹദീസ് അദ്ദേഹം കൊടുക്കുകയാണ്. എന്നിട്ട് കുൽത്തു വർവാഹു അൽ ബൈഹഖി ഫി ശുഅബി മൗഖൂഫൻ. എന്നിട്ട് ഈ ഹദീസിൻ്റെ ഒരു സനദ് കൊടുത്തിട്ട് ഇമാം ബൈഹഖി തൻ്റെ ശുഅബിലും മൗഖൂഫായി കൊടുത്തിട്ടുണ്ട്. കമായി എത്തി ശേഷം വരും. എന്നിട്ട് ഇദ്ദേഹം പറയാം ഫഹാദൽ ഹദീസ്, ഇനി ഹദീസ് ഇദാ സഹ അഥവാ സ്വഹീഹാണെങ്കിൽ യുഅയ്യിനു, അപ്പോൾ അതവിടെ വിശദീകരിക്കുന്നു അന്നൽ മുറാദ ബി ഖൗലിഹി ഫിൽ ഹദീസിൽ അവൽ, ആദ്യത്തെ ഹദീസ് ഒന്നാമത്തെ ഹദീസിൽ യാ ഇബാദല്ലാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നമാ ഹുമുൽ മലായിക, അപ്പോൾ അവർ മലക്കുകളാണ്. അപ്പം ഇവിടെ ഈ ഒരു വാചകം ഈ KJUവിൻ്റെ പ്രബന്ധത്തിൽ യഥാർത്ഥത്തിൽ അവർ കൊടുത്തെങ്ങനെ അറിയാം? അതായത് ഇന്നമാഹുമുൽ മലായിക്ക, നിശ്ചയമായും അവർ മലക്കുകൾ മാത്രമാണ് എന്ന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ വാചകത്തെ അല്ലെങ്കിൽ അതിൻ്റെ സമാനമായ വാചകങ്ങളെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അദൃശ്യമായ മഹാന്മാരാണെന്നോ മലക്കുകളാണെന്നോ മറ്റാരെങ്കിലുമാണെന്നോ പ്രസക്തമല്ല. പക്ഷെ അൽബാനി അത് പ്രസക്തമാവുകയും ഇന്നമാഹുമുൽ മലായിക്കത്തു എന്ന് പറഞ്ഞു, മലക്കുകളാണെന്ന് വളരെ സ്പഷ്ടമായിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുകയാണെന്ന് വെച്ചാൽ യാ ഇബാദല്ലാ എന്നതിലെ ഉദ്ദേശ്യം മലക്കുകളാണ് എന്ന് അൽബാനി പറഞ്ഞല്ലോ, വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ആ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി KNMൻ്റെ ഭാഷയിൽ മുശ്രിക്കാണ്. കാരണം എന്തുകൊണ്ട് ചോദിച്ചാൽ ഇവരുടെ വിചിന്തനം വാരികയിൽ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഈ അടുത്ത് ലേഖനം വന്നു. എന്താണ് യാ ഇബാദല്ലാ എന്നത്? അതായത് യാ ഇബാദല്ലാ എന്നത് യഥാർത്ഥത്തിൽ മലക്കുകളാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. അഥവാ ഇബാദല്ലാ എന്നുകൊണ്ട് മലക്കിനെ ഉദ്ദേശിച്ചാണ് വിളിച്ചതെങ്കിൽ അത് വ്യക്തമായ ഷിർക്കാണ് എന്ന് 2012 നവംബർ 23 യാ ഇബാദല്ലാ ഐനൂനി എന്ന് അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണമെന്ന മലക്കുകളെയും ജിന്നുകളെയും ഉദ്ദേശിച്ച് വിളിച്ചാൽ അത് ഷിർക്കാണെന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് തർക്കമില്ല. ശരി, അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് അൽബാനിയുടെ ഫത്വയാണല്ലോ നിങ്ങൾ ഈ KJUവിൻ്റെ ലഘുലേഖയിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറയുന്നു ഇന്നമാ ഹുമുൽ മലായിക്ക, അപ്പോൾ അവർ മലക്കുകളാണ്. അപ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി യാ ഇബാദല്ലാ എന്ന ഹദീസിൻ്റെ ഉദ്ദേശം മലക്കുകളാണെന്ന് പറയുന്നു. അപ്പോൾ മലക്കുകൾ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ യാ ഇബാദല്ലാ ഐനൂനി എന്ന് വിളിച്ചാൽ അതെന്തല്ല, ഷിർക്കാണ് എന്ന് അൽബാനി പറയുന്നില്ല. കാരണം ഇന്നമാഹുമുൽ മലായിക്ക. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അൽബാനിയുടെ വാദം ഷിർക്കാണെന്നാണ് KNMൻ്റെ വാദം. എന്നിട്ട് ഈ ഷിർക്ക് പ്രചരിപ്പിച്ച അൽബാനിയുടെ കിതാബ് എന്നാണ് മുജാഹിദുകളെ മുശ്രിക്കാക്കാൻ വേണ്ടി തെളിവെടുക്കുന്നുള്ളത്. അൽബാനിയുടെ പേരിൽ കളവ്. ഇനി യഥാർത്ഥത്തിൽ അൽബാനിയുടെ പേരിൽ ഞാൻ അവിടെ എൻ്റെ സംസാരത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചു, റിജാലുൽ ഗൈബോ ജിന്നോ ആണെന്ന് കരുതി യാ ഇബാദല്ലാ ഐനൂനി എന്ന് വിളിക്കുന്നത് വ്യക്തമായ ഷിർക്കാണെന്ന് ഷെയ്ഖ് നാസറുദ്ദീൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അൽബാനി അങ്ങനെ പറഞ്ഞിട്ടില്ല. ജിന്നാണെങ്കിൽ ഷിർക്ക് എന്നല്ല അൽബാനി പറഞ്ഞത്. ജിന്നാണെങ്കിൽ ഷിർക്കാണ് എന്നാണ് ഇതിലുള്ള സർക്കുലറുകൾ. ജിന്നാണെങ്കിൽ ഷിർക്കാണ്. പക്ഷെ അൽബാനി ജിന്നാണെങ്കിൽ ഷിർക്ക് എന്നല്ല പറഞ്ഞു. അൽബാനി എന്താ പറഞ്ഞത്? അൽബാനി പറഞ്ഞത് ഇന്നമാഹുമുൽ മലായിക ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിം അൽ മുസ്ലിമൂന മിനൽ ജിന്നീന. ഇവിടെ മുസ്ലിങ്ങൾ വിട്ടുവരും. KJUവിൻ്റെ സർക്കുലർ എന്ത് വിട്ടു? മുസ്ലിം ജിന്ന് വിട്ടു. അപ്പോൾ അതായത് മുസ്ലിം ജിന്നാണെങ്കിലും കാഫർ ജിന്നാണെങ്കിലും ഒക്കെ അൽബാനി പറഞ്ഞിട്ടുണ്ടെന്നാണ് വരുത്തി വരുത്തുന്നത്. ഇത് ഒരു വലിയ ഗുരുതരമായ തട്ടിപ്പാണ്. കാരണം എന്താ വെച്ചാൽ അൽബാനി പറഞ്ഞു ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിം അൽ മുസ്ലിമൂന മിനൽ ജിന്നി അവിൽ ഇൻസി മിമ്മ യുസമ്മൂനഹും ബിരിജാൽ ഗൈബി മിനൽ ഔലിയാഇ വസ്സാലിഹീന സവാഉൻ കാനു അഹ്യാൻ ഔ അംവാതൻ ഫഇന്നൽ ഇസ്തിഗാസത ബിഹിം വതലബൽ ഔനി മിൻഹും ശിർക്കുൻ ബയ്യിനുൻ. അത് ഷിർക്കും ബയ്യനാണ്. അപ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഷിർക്കുൻ ബയ്യനുൻ എന്ന് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ഒന്ന് പറഞ്ഞെന്താ വെച്ചാൽ മലായിക്കത്താണ് ഉദ്ദേശം. അപ്പോൾ KNMൻ്റെ വാദപ്രകാരം അവർക്ക് ഇത് ഉദ്ധരിക്കാൻ തന്നെ പറ്റില്ല. കാരണം അവരെഴുതി വെച്ചെന്താണ്, മലക്കാണെങ്കിലും ഷിർക്കാണ്. ഇനി നമ്മൾ ചോദിക്കാനുള്ളത് വെച്ചാൽ ഇവരിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് മുസ്ലിം ജിന്നാണെങ്കിലും അതേപോലെ തന്നെ റിജാലിൻ്റെ ഗൈബിൽപ്പെട്ട മനുഷ്യന്മാരാണെങ്കിലും ഷിർക്കാണെന്ന് അൽബാനി പറഞ്ഞു എന്നാണ് ഇവർ പറഞ്ഞത്.
ശരിക്കും ഇവർ അങ്ങനെ ഉദ്ധരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ് ഈ മുസ്ലിം ജിന്നിനെ പ്രത്യേകമാക്കി അൽബാനി പറയാൻ കാരണം? അൽബാനി ഇത് ഒരു വെറുതെ പറഞ്ഞ അൽ മുസ്ലിമൂന മിനൽ ജിന്നി എന്ന് പറഞ്ഞ അൽ മിനൽ ജിന്നി എന്ന് പറയാതെ അൽ മുസ്ലിമൂന മിനൽ ജിന്നി എന്ന് പറയാൻ കാരണം എന്താണ്? കാഫിർ ജിന്ന് പുറത്താണ്. കാഫിർ ജിന്ന് പുറത്ത്. അപ്പോൾ ഇവരുടെ വാദപ്രകാരം എന്താ വെച്ചാൽ അൽബാനിയുടെ മറ്റൊരു വാദം എന്താണ്? കാഫിർ ജിന്നാണ് ഉദ്ദേശിച്ചെങ്കിലും എന്തല്ല, ഷിർക്കല്ല. അഥവാ മലക്കും കാഫിർ ജിന്നുമാണെങ്കിൽ ഷിർക്കല്ല. യഥാർത്ഥത്തിൽ ഒരിക്കലും കാഫിർ ജിന്ന് വിളിച്ചാൽ ഷിർക്കല്ലെന്ന് അൽബാനിക്ക് ഉദ്ദേശമല്ല. അപ്പോൾ അത് വളരെ വ്യക്തമായി നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്ത് മുസ്ലിം എന്നുള്ളത് ഈ സർക്കുലറിന് എന്ത് ചെയ്തു, ഒഴിവാക്കി. ജിന്ന് മുത്തലക്ക്, ജിന്നാണോ ഷിർക്ക്? അനസുസാരി പറഞ്ഞത് ജിന്നാണോ ഷിർക്ക്? അപ്പോൾ അത് അൽബാനി പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ എൻ്റെ സംസാരത്തിൽ കോഴിക്കോട് ചോദിച്ചത്. നിങ്ങൾ എഴുതിയതുപോലെ, അത് നമ്മൾ മനഃപൂർവ്വം അബദ്ധത്തിൽ ചോദിച്ചത്, മനഃപൂർവ്വം ചോദിച്ചത്, നിങ്ങൾ എഴുതിയതുപോലെ ജിന്നാണോ ഷിർക്ക്? അൽബാനി അത് പറഞ്ഞിട്ടില്ല. അൽബാനി അൽ മുസ്ലിമൂന ജിന്നി, മുസ്ലിം ജിന്നിനെയും മുസ്ലിമൂന മിനൽ ജിന്നി എന്ന് അൽബാനി പറയാൻ കോണ്ടെക്സ്റ്റ് ഉണ്ട്. എന്താണ് ഇത്? റിജാലുൽ ഗൈബും അതേപോലെ തന്നെ മുസ്ലിം ജിന്നുകളാണല്ലോ ഈ സൂഫികളായിട്ടുള്ള ആളുകൾ ഞങ്ങളെ സഹായിക്കാൻ എത്തും. അതാണ് ഞാൻ ഇതിന് തുടക്കം മുതൽ വായിച്ചതെന്ന് വെച്ചാൽ ഇത് അൽബാനി ചർച്ച ചെയ്ത് കൊണ്ടുവരുന്ന എടുക്കാണ്. ആർക്കാണ് മറുപടി? സൂഫികൾക്ക് മറുപടി. അതെ, അതുകൊണ്ടാണ് മൗത്ത് ജീവിച്ചിരിക്കുന്നവരെല്ലാം മൗത്ത് ആയവരോടും അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരോട് ചോദിച്ചാൽ ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് അൽബാനി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നിട്ട് കോണ്ടസ്റ്റാണ്. എന്നിട്ട് കാരണം ഈ പിന്നെ അൽ മുസ്ലിമൂന മിനൽ ജിന്നി അവൽ ഇൻസി, ജിന്നുകളിലും അതുപോലെ തന്നെ മനുഷ്യന്മാരിലും പെട്ട മുസ്ലിം ജിന്നുകളിലും അതുപോലെ തന്നെ ഇൻസുകളിലും പെട്ട മിമ്മ യുസമ്മൂനഹും ബിരിജാൽ ഗൈബി, അങ്ങനെ അർത്ഥം വെക്കുമ്പോഴാണ് ശരിക്കും ഇവിടെ അൽ മുസ്ലിമൂന ജിന്നി എന്നുള്ളത് എന്തുകൊണ്ടാണ് ഷെയ്ഖ് നാസർ അൽബാനി. കാരണം റിജാൽ ഗൈബിൽപ്പെട്ട ചില ആളുകൾ ഇപ്പോൾ അത് വിശദീകരിക്കാൻ തുടങ്ങി വെച്ചാൽ ഈ റിജാൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. റിജാൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. ജിന്നുകൾക്ക് എന്തില്ല, റിജാൽ ഗൈബ് ഇല്ല. യഥാർത്ഥത്തിൽ അഖീദയുടെ ഗന്ധങ്ങളെ സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ആളുകളാണ് പറയാം. ഷെയ്ഖിൻ്റെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, വഅമ്മല്ലദീന യുസമ്മൂനഹും അന്നാസു റിജാൽ ഗൈബ്. റിജാൽ ഗൈബ് എന്ന് പറഞ്ഞ ജനങ്ങൾ പറഞ്ഞത്, അത് സൂഫികളുടെ ഇസ്തിലാഹാണ് റിജാൽ. ഇസ്ലാമിൽ അങ്ങനത്തെ റിജാൽ ഗൈബ് ഇല്ല. അവർ അല്ലക്കല്ലദീന യദ്ഹറൂന ഫിൽ അമാകിൻ ലത്തി ലൈസ ഫിഹാ ജുമുഅ വല ജമാഅ വല ആസാറു റിസാല, പ്രവാചകന്മാർ റിസാലകളൊന്നും എത്താത്ത അല്ലെങ്കിൽ ജുമുഅയും ജമാഅത്തും ഇല്ലാത്ത വിജമായ ഏതോ പ്രദേശത്ത്, വൽ യദ്ഹറൂന ഫിൽ അമാകിൻ ലത്തി യൻഫരിദു ബിഹാ ബഅദു الناس അൻ ജുമുഅത്തി വൽ ജമാഅ ഇമ്മാ ജബലുൻ മിനൽ ജിബാദി ജബൽ ലബനാൻ വ ജബൽ ഫത്ഹി വ ജബൽ അഹ്ബസി വഗൈറ ദാലിക, ഏതെങ്കിലും പർവ്വതത്തിൻ്റെ മുകളിലൊക്കെ പ്രത്യക്ഷപ്പെടാം. വ ഇമ്മാ മഗാറത്തു മിനൽ മഗാറാത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹകളിലൊക്കെ പ്രത്യക്ഷപ്പെടുക. അതുപോലെ തന്നെ കമഗാരിമി തമി വഇമ്മ ഗൈറ ദാലിക മിൻ വാദി അല്ലത്തി ലം യഅ്മുറുല്ലാഹു വറസൂലുഹു ബിഖസ്ദിഹി ലിൽ ഇബാദ വഇന്നമാ യഖ്സിദുഹൽ ജുഹാൽ ഫഹൗലായി, ഈ ആളുകളെയാണ് ഈ ജാഹിലിയങ്ങൾ റിജാൽ ഗൈബ് എന്ന് പറഞ്ഞത്. അത് ഫഹൗലായി ഹും മിനൽ ജിന്നി വശയാത്തീൻ. ഇപ്പോൾ ജിന്നുകളിലും ഷെയ്ത്താന്മാരിലും എന്തുണ്ട്, റിജാൽ ഗൈബുണ്ട്. അതുകൊണ്ടാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ, അതായത് പിന്നെ എന്ത് സൂഫി ആണെങ്കിലും ഒരു ഷെയ്ത്താനും വിളിക്കില്ലല്ലോ. ഒരു മുസ്ലിം ജിന്നിനെയാണ് അവർ റിജാൽ ഗൈബ് എന്ന് പേര് വിളിക്കുന്നത്. അപ്പോൾ ഈ ജിന്നുകളിലും ഉണ്ട് ഷെയ്ത്താന്മാരുണ്ട്, പക്ഷെ അവർ വിളിക്കാരെയാണ് ഈ മുസ്ലിം ജിന്നുകൾ. അതുകൊണ്ടാണ് ഷെയ്ഖ് നാസർ അൽബാനിയുടെ അൽ മുസ്ലിമൂന മിനൽ ജിന്നി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ വാദപ്രകാരമാണെങ്കിൽ കാഫിർ ജിന്നിനോട് ചോദിച്ചാലും ഉദ്ദേശിച്ചാൽ ഷിർക്കല്ല എന്നതാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ വാദം. അതായത് ഈ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ കിതാബിൽ നിന്ന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ കിതാബ് ഉദ്ധരിക്കാൻ അവർക്ക് അർഹതല്ല. കാരണം എന്താ വെച്ചാൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞ് ഷിർക്കാന്നാണ് വിചിന്തനം എഴുതിയത്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി എഴുതിയത് അഥവാ അവിടെ മലായിക്കാണ് ഉദ്ദേശം നാസറുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുണ്ട്. അതെ, അതോടുകൂടി അത് ഷിർക്കായി, വാദപ്രകാരം ഷിർക്കായി. പിന്നെ നാസറുദ്ദീൻ അൽബാനിന്റെ കിതാബ് ഉദ്ധരിക്കാൻ തെളിവില്ല. ഇനി ആ ഉദ്ധരിച്ചതോ അൽബാനി പറഞ്ഞതിനെ പകുതി കട്ടുമുറിച്ച്, കാരണം ഷെയ്ഖ് നാസറുദ്ദീൻ കാഫിർ ജിന്നിനെയും മുസ്ലിം ജിന്നിനെയും വേർതിരിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ റിജാൽ ഗൈബിൽപ്പെട്ട ആളുകളാണ് ഉദ്ദേശം. അപ്പോൾ അത് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഇനി കാഫിർ ജിന്ന് എന്തുകൊണ്ട് പെടുക, അതാണ് എന്താ പറയുക, റിജാൽ ഗൈബിൽപ്പെട്ട ആളുകളാണ് ഇവിടെ അൽ മുസ്ലിമൂന മിനൽ ജിന്നി അവൽ ഇൻസി മിമ്മ യുസമ്മൂനഹും ബിരിജാൽ ഗൈബി. ഈ റിജാൽ ഗൈബിൽപ്പെട്ട അത് ഇൻസാണെങ്കിലും ഷിർക്കാണ്. കാരണം എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അവരുടെ വിശ്വാസം എന്താ, റിജാൽ ഗൈബ് എന്ന് പറഞ്ഞാൽ എവിടെ വിളിച്ചാലും കേൾക്കും, എങ്ങനെ നമ്മളദൃശ്യ കാര്യങ്ങൾ അറിയും, സഹായിക്കും. അത് ഇനി ജിന്നാണെങ്കിലും ഇൻസാണെങ്കിലും മുസ്ലിം ആണെങ്കിലും കാഫിറാണൊക്കെ റിജാൽ ഗൈബ് ആവുന്നതോടെ എന്തായി,
എല്ലാം ഷിർക്കായി മാറി. പക്ഷെ ഇവർ സാധാരണ വിളിക്കൽ എങ്ങനെയാണ്? ഈ ഒന്നുകിൽ ജിന്നുകളെ വിളിക്കും, അല്ലെങ്കിൽ പിന്നെ റിജാൽ ഗൈബിൽ മനുഷ്യന്മാരോട് ഇസ്തിഗാസ നടത്തും. അതിന് എന്ത് തെളിവല്ല? ഈ ഹദീസ് തെളിവല്ല. ഇതാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അവിടെ വിശദീകരിക്കുന്നത്. അല്ലാതെ ജിന്നാണെങ്കിൽ മുത്തലഖൻ ഷിർക്ക്, ഇവരെന്താ ചെയ്തത്? ജിന്നാണെങ്കിൽ ഷിർക്ക്, അത് അൽബാനി പറഞ്ഞിട്ടില്ല. അൽ മുസ്ലിമൂന ബിൽ ജിന്നി എന്നതിൽ എന്തുകൊണ്ടാണ് ഈ KJന്റെ ആളുകൾ മുസ്ലിമൂന് വിട്ടത്? ഇനി മാത്രമല്ല, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ തന്നെ മൗസൂഅത്തുൽ അല്ലാമ ഇമാം മുജദ്ദിദ് അസ്റുദ്ദീൻ അൽബാനിയുടെ കിതാബിൽ ഇസ്തിആനത്തും ബിൽ ജിന്നുമായിക്കൊണ്ട്, ഇത് പിന്നെ ഇബാദുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ജിന്നാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ ജിന്നുമായിക്കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മനുഷ്യൻ്റെ അടുത്ത് ജിന്ന് കൂടി, തലബസ ജിന്ന് ഫിൽ ഇൻസി, ഒരു മനുഷ്യൻ ജിന്ന് കയറിക്കഴിഞ്ഞാൽ ആ ജിന്നിനോട് പിന്നെ ഇസ്തിആനത്ത് പറ്റുമോ ഇല്ലേ? അതിപ്പോൾ നിങ്ങൾ ഹാദിറാണ്, ജിന്നുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ആ ജിന്നു, ഇപ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി തയ്യിബ് വലുതായി കൊല്ല ലാ യജൂസ്, പറ്റൂല. കാരണം ലിഅന്നൽ ഇസ്തിഗാനത ബിൽ ജിന്നി ഹിയ മിൻ അസ്ബാബി വഖൂഇൽ ഇൻസി ഫി ശിർക്കി വദ്ദലാൽ. അല്ലാതെ മുമ്പ് പിന്നെ ഹാദിറായി കഴിഞ്ഞാൽ ആ ഹാദിറ ജിന്നോട് ചോദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പാടില്ല എന്നാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി വഴിയാണെന്ന് പറഞ്ഞു. എത്തുന്ന വഴിയാണ്. അപ്പോൾ അൽബാനി റഹ്മത്തുള്ളാഹിയുടെ പേരിൽ ഇവർ പറഞ്ഞ കുളവാണ്. അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞ് ഇതാണ്, നമ്മൾ വ്യക്തമായി ഇവിടെ വായിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനവിടെ കോഴിക്കോട് ചോദിച്ചത്. ആ ചോദ്യം ഇന്നും പ്രസക്തമാണ്. അത് അൽബാനിയുടെ ഗ്രന്ഥത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? വ്യക്തമായ തിരിമറി നടത്തിയിരിക്കുന്നു. പിന്നെ റിജാൽ ഗൈബിൽ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ റിജാൽ ഗൈബിൽ എന്തില്ല, പിന്നെ ജിന്നുകളില്ല എന്ന് ഇപ്പോൾ ഈ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. ഇനി ഇത് ഏറ്റവും വലിയ രസം എന്താ ചോദിച്ചാൽ, പിന്നെ ഇവർ ഇപ്പോൾ ഈ ഒരു പിന്നെ കോട്ടിമാട്ടൽ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിപ്പോൾ മരിച്ചുപോയ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ പേരിലാണ് ഇപ്പോൾ ഈ കോട്ടിമാട്ടൽ. എന്നാൽ ഇതിൽ നമുക്കൊരു അത്ഭുതം തോന്നണില്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന 3 ആളുകൾ എഴുതിയ പിന്നെ ഒരു പിന്നെ ലേഖനമാണത്, അല്ലെങ്കിൽ ഒരു പ്രബന്ധമാണ്. ഒന്ന് ബഹുമാനൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള, NV മുഹമ്മദ് സാലിം, റാഷിദ് ഖലീൽ റഹ്മാൻ. ഈ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേരിൽ തന്നെ കളവ് പറഞ്ഞ ആൾക്കാരുടെ പേര് ഈ CD ടവറിൻ്റെ ഇപ്പോൾ KJന്റെ പ്രസിഡന്റ്, സെക്രട്ടറി എനിക്കറിയില്ല, KJന്റെ വലിയ ആൾ സെക്രട്ടറി അതുകൊണ്ട് പിന്നെ ബഹുമാന്യ ദേഹം ഈ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേരിൽ തന്നെ കളവ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ഉദ്ധരിക്കാത്ത, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കാത്ത അർത്ഥം അവരുടെ കിതാബിൽ നിന്ന് പറയാം. അപ്പോൾ പിന്നെ അൽബാനി ഉദ്ദേശിക്കാത്ത ഒരു കിതാബ്, പിന്നെ ഉദ്ദേശം അൽബാനി കിതാബ് എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഈ ജിന്നുവാദവുമായി കൊണ്ട് ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഉണ്ടാക്കിയ പ്രബന്ധമാണ്. ആ പ്രബന്ധത്തെക്കുറിച്ച് നമ്മുടെ പിന്നെ ഹനീഫ് കായക്കുട്ടി പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. എന്താ ഒന്നാമത്തെ ഇനം? അനുവദനീയമായ ഇനം. എന്തുകൊണ്ട് TP പറഞ്ഞുവെന്നല്ലേ? എന്തുകൊണ്ട് വിചിന്തനത്തിൽ എഴുതിയെന്നല്ലേ? NV സാലിമും അബ്ദുൽ ജബ്ബാർ മദീനിയും തയ്യാറാക്കിയ പ്രബന്ധത്തിൽ സിയാനത്തുൽ ഇൻസാൻ ഉദ്ധരിച്ചുകൊണ്ട് തെളിവ് പറയുന്നു, അനുവദനീയമാണ് ജിന്നിനോടുള്ള സഹായം തേടൽ. ജബ്ബാർ മൗലവിയുടെ ലേഖനത്തെ യാ ഇബാദല്ലാഹുമായി കൂട്ടിക്കെട്ടി അതിനെ ന്യായീകരിച്ചുകൊണ്ട് NV സാലിമും സംഘവും പറഞ്ഞത് ഇതാണ്. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറഞ്ഞത് ഇത് അനുവദനീയമാണ് എന്നാണ് ഈ ആളുകളുടെ വാദമെന്ന്. സംഘവും പറഞ്ഞത് ജിന്നിനോട് സഹായം തേട്ട അനുവദനീയമാണ്. ഞാൻ ചോദിക്കുന്നു, യഥാർത്ഥത്തിൽ പിന്നെ ഇത് ഏകദേശം 44 പേജിൻ്റെ ശേഷം അനുബന്ധം പറഞ്ഞു. അപ്പോൾ ഇത് പിന്നെ എഴുതിയിട്ടുള്ളത് ബഹുമാനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള, NV മുഹമ്മദ് സാലിം, റാഷിദ് ബിൻ ഖലീൽ. പിന്നെ KNM ഹക്കിനോടൊക്കെ കുറച്ചൊക്കെ താല്പര്യമുണ്ട്, പഠിച്ചോനെ പേടിയുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വാശിയും വെക്കാണോ സംഘടനാ പക്ഷപാതിത്വമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോട് നമ്മൾ പറഞ്ഞു. അല്ലാതെ ഈ സംഘടനാ പക്ഷപാതം തലയിൽ കയറി പിന്നെ KNM എന്ത് പറഞ്ഞാലും അതൊക്കെ ദീനാന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളോടല്ല, പരലോകമില്ലാത്തവരോടല്ല. ഇത് എഴുതിയ ആൾക്കാരൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രബന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവരിവിടെ കായക്കൊടി പറഞ്ഞെന്താ, കായക്കൊടി അനുവദനീയമാണ് എന്നാണ് സാലിം സംഘം പറഞ്ഞത്. യഥാർത്ഥത്തിൻ്റെ അവസാന ഭാഗം ഞാൻ ചോദിക്കാം. ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ ഷിർക്കാണ് എന്നും ഷിർക്കിലേക്കുള്ള വഴി അടക്കുവാൻ അത് അനുവദനീയമല്ല എന്നും ലജിൻ്റെ ഫത്വയിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഷിർക്കായ സഹായത്തേട്ടത്തെക്കുറിച്ചാണ്. ഷിർക്കെന്നും മൊത്തത്തിലുള്ള സഹായം ചോദിക്കൽ ഷിർക്കിലേക്കുള്ള വഴിയായതിനല്ല അത് അനുവദനീയമല്ല എന്നുമാണ്. എന്ന് പറഞ്ഞാൽ
ഷിർക്കിലേക്കുള്ള വഴിയായതുകൊണ്ട് അത് അനുവദനീയമല്ല. അഥവാ ദുആ ഇല്ലാത്തത്, ദുആ ഇല്ലാത്തെന്ന് പറഞ്ഞാൽ അത് അനുവദനീയമല്ല. ദുആ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷിർക്കിന് സ്ഥാനത്ത് എന്തായാലും അനുവദനീയമല്ല. ദുആ ഉണ്ടെങ്കിലും ഷിർക്കാണ്. ഷിർക്കല്ലാത്തത് അഥവാ ദുആ ഇല്ലാത്തത് അത് അനുവദനീയമല്ല എന്നതാണ് ഇതിൽ അവരുടെ നിലപാടായിട്ട് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി അവസാനം ഇത് മാത്രമല്ല, ഇതിലെന്താ വെച്ചാൽ പിന്നെ ഇതിൻ്റെ അനുവദനീയം എന്ന് പറഞ്ഞ ആളുകളെ കൗലും കൊടുത്തിട്ടുണ്ട്, അനുവദനീയമല്ല എന്ന് പറഞ്ഞ ആളുകളെ കൗലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അനുവദനീയമാണെന്ന് പറഞ്ഞ ആളുടെ കൗലും മാത്രം എടുത്തിട്ട് അതിൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞതാണ് ഇവർ സ്ഥിരപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഈ അടുത്തയാൾ പ്രസംഗിച്ചതാണ്. ഈ അടുത്ത് പ്രസംഗിച്ചപ്പോൾ NV സാലിം കയുടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കും. അപ്പം അദ്ദേഹം ഈ പ്രസംഗം പിന്നെ കേട്ടു. ഹനീഫ് കായക്കൊടി ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം നേരിട്ട് തന്നെ ഈ പ്രബന്ധത്തിൻ്റെ കോപ്പിയും ഇതിൽ പിന്നെ ഈ പറയുന്ന ഭാഗങ്ങളും ഹനീഫ് കായക്കൊടിക്ക് നേരിട്ട് അയച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഹനീഫ് കായക്കൊടിക്ക്. ഞാൻ ഈ വിഷയം സാലിംക്ക് സംസാരിച്ചപ്പോൾ സാലിംക്ക് എനിക്ക് വോയിസ് ചെയ്യുന്നു. ഇത് ഞാൻ പ്രശ്നപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരലോകബോധമുള്ള കേന്നുകാരും എല്ലാ ആൾക്കാരുണ്ടെങ്കിൽ ആ സാലിം ഖാൻ്റെ വോയിസ് ഒന്ന് കേൾക്കണം. അസ്സലാമു അലൈക്കും. ഹനീഫ, ഇത് NV സാലിമാണ്. ഈ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇറക്കിയത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. പിന്നെ എന്നാ ഇറക്കിയോന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ അടുത്ത് കേട്ട്. അതായത് ആ പ്രബന്ധത്തെ സംബന്ധിച്ച് പ്രബന്ധത്തിൽ രണ്ടഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ സ്ഥിരപ്പെടുത്തിയത് ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ എല്ലാം ശിർക്കാണ് എന്നാണ് എന്ന് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ, ഈ പ്രബന്ധത്തിൽ ഇത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ 2ാമത്തെ പേജിൽ അതിൻ്റെ ഖുലാസ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയൂടെ എനിക്ക്. അതിൻ്റെ തീം തന്നെ ഹയ്യും ഹാദറും ഖാദറുമായ ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ, സൃഷ്ടികളോട് ചോദിക്കുന്ന പോലുള്ള സഹായം ചോദിക്കൽ, അത് ശിർക്കാണ് എന്ന് പറഞ്ഞ പൂർവികരായ ഒരു പണ്ഡിതനെയും നമുക്ക് കാണാൻ സാധ്യമല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ഹറാമാണ്, ശിർക്കല്ലാത്ത ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ഇതിൽ അനുവദനീയം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഒരു ഉദാഹരണത്തിന് ഉദ്ധരണി കൊടുത്തതാണ് അതിൽ ഇജ് അവിടെ വായിച്ചത്. അതിവിടെ ഞങ്ങൾക്ക് അനുവദനീയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ധരണിയല്ല. 2ാമത്തെ പേജിൽ അത് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. അത് ഹറാമാണ് എന്നുള്ള നമ്മളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും അതിൽ കാണാൻ സാധിക്കും. എന്നാൽ ശിർക്കാണ് എന്ന് പറഞ്ഞ പൂർവികരായ ഒരൊറ്റ പണ്ഡിതനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് അതിൽ ആ പ്രബന്ധത്തിന്റെ ചുരുക്കം. അതുകൊണ്ട് ഒന്നുകിൽ ആ പ്രബന്ധം വായിച്ചാളാ മുഴുവൻ, അറ്റ്ലീസ്റ്റ് 2ാമത്തെ പേജെങ്കിലും ഒന്ന് വായിച്ചാളാ, എന്നിട്ട് ഈ പറഞ്ഞത് ശരിയല്ല എന്നൊന്ന് പറഞ്ഞാളെ ജനങ്ങളോട്. ഇല്ലെങ്കിൽ ഇത് മഹ്ശറിക്ക് ബാക്കി കിടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് എടുക്കുന്നുള്ള പരലോകബോധമുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ ആ 2ാമത്തെ പേജിൽ ഒന്നുകൂടി ഞാൻ വായിക്കാം. ഈ വിളി ഷിർക്കാണ് എന്ന് അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറിച്ച് ഇത് ഷിർക്കിലേക്കുള്ള വഴിവെക്കും എന്ന കാരണത്താൽ അത് വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയകമായി വന്ന എല്ലാ ഹദീസുകളും ദുർബലമായതിനാൽ അതുകൊണ്ട് അമലെടുക്കൽ അനുവദനീയമല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അമലെടുക്കാൻ പാടില്ല, അത് പിന്നെ ഹറാമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യത്തെ ഇത്ര പിന്നെ വളരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ പേരിൽ പോലും ഈ ആളുകൾ എന്ത് ചെയ്യുന്നു? കളവ് പറയുന്നു. പിന്നെ ഇപ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിൻ്റെ കിതാബിൽ പിന്നെ തിരുമറി നടത്തുന്നതിന് നമുക്കെന്തില്ല, അത്ഭുതമില്ല.
എന്നാണ് ഈ വിഷയത്തിൽ പറയാറുള്ളത്. യെസ്, ഇത് പിന്നെ എന്താ പറയുക, ഇത് എന്തൊരു താല്പര്യത്തിൻ്റെ പേരിലാണെന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും നമുക്ക് പറയാനുള്ളത് പിന്നെ സലീംക്കപ്പോൾ പറഞ്ഞു വെച്ചോട് തന്നെയാണ്. ഇത് പരലോകത്തേക്ക് ഇതൊരു വലിയ ചോദ്യചിഹ്നമായി മാറണ്ട എന്നുണ്ട് എങ്കിൽ ഒരാളുടെ പേര് എത്ര വ്യക്തമാണ് കാര്യം അല്ലേ, അതിൽ വായിക്കുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്ര കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സംഗതി നേരെ വിപരീതം ഒരു ആരോപണമായി പറയുക എന്നുള്ളത് ഗൗരവമായി കാണണമെന്നുള്ളതാണ്. കറകളഞ്ഞ മുവഹിദുകളുടെ നേരെയാണ് ഇങ്ങനെയുള്ളൊരു ആരോപണം പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഷുറൈ സലഫി ഒന്ന് കൂട്ടിച്ചേർക്കാൻ തോന്നുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, മാലി സലഫി വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ആ ഹദീസിലുള്ള ഉദ്ദേശം മലക്കുകളാണ് എന്ന് വ്യക്തമായി പറയുകയാണ്. എന്നിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ കളവ്. അപ്പോൾ ഇവിടെ അഹ്ലുസുന്നൻ്റെ ഇമാമുകളുടെ പേരിൽ കളവ് പറയാതെ, യഥാർത്ഥ സലഫികളുടെ പേരിൽ കളവ് പറയാതെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെയും പേരും പ്രമാണങ്ങളുടെ പേരും കളവ് പറയാതെ ഈ പറയപ്പെട്ട ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സത്യത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ജിന്നുകളെ വിളിക്കാനോ അതേപോലെ തന്നെ ജിന്നുകളിലേക്കോ അള്ളാഹിൽ നിന്ന് മാറ്റി നിർത്തി ജിന്നുകളിലേക്കും ശൈത്താന്മാരിലേക്കും ആളുകളെ കൊണ്ടുപോകാനാണ്, അതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അടക്കത്തിലും അനക്കത്തിലും രാവിലും പകലും അള്ളാഹ് എന്നില്ലാത്ത വിളി മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടില്ല. അതിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത് തന്നെ എന്ന് AP ബഹുമാന്യനായ മർഹൂം AP അബ്ദുൽ ഖാദർ വലിയ എക്കാലത്തും പറയുന്ന സംഗതിയാണ്. ഇവിടെ വിജനപ്രദേശത്തും ജനപ്രദേശത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ആ സമയത്ത് റസൂലുള്ളാഹ് അള്ളാഹനെ അയാൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ പറഞ്ഞ വാക്കുകൾ, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ്. എങ്ങനെയുള്ള അള്ളയാണ്? അല്ലദീ ഇദാ അസാബക ദുർറുൻ ഫദഅവതഹു കശഫഹു അൻക. നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം മാറ്റിത്തരുന്ന അള്ളാഹു റസൂലുള്ളാഹ് പഠിപ്പിക്കുകയാണ്. രണ്ടാമത് വൈൻ അസാബക ആമുസനത്തിൻ ഫദഅവതഹു അംബതഹ ലക. നിനക്ക് വരൾച്ച വന്നു, പ്രയാസം വന്നു, ആ സമയത്ത് നിനക്ക് പിന്നെ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് തരുന്ന, വിളവുകൾ തരുന്ന അള്ളാഹു. മൂന്നാമത്തെ വല്ലാത്തൊരു പോയിൻ്റാണ്, വൈദാ കുൻത ബി അർളി കഫ്ര ഔ ഫലാത്തിൻ ഫളല്ലത് റാഹിലതുക ഫദഅവതഹു. നീ ഒരു വിജനപ്രദേശത്താണ്, വിജനപ്രദേശത്ത് നിൻ്റെ യാത്രാവാഹനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വഴിതെറ്റി എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായി, ആരും കൂട്ടിനില്ല. ഈ സമയത്ത് നീ വിളിക്കുന്നു, നിൻ്റെ പ്രയാസങ്ങൾ പരിഹരിച്ചു തരുന്ന, നീ വിളിക്കുകയും നിൻ്റെ പ്രയാസങ്ങൾ പരിഹരിച്ചു തരുകയും ചെയ്യുന്ന അള്ളാഹ്. ഇത് സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ വിജനപ്രദേശത്താണെങ്കിലും ജനപ്രദേശത്താണെങ്കിലും അള്ളാഹനെ മാത്രമാണ് വിളിക്കേണ്ടത് എന്ന് ഏത് സമയത്തും ഏത് ഉറക്കത്തിലും വിളിച്ച പറയുന്ന ആളുകളാണ് മുജാഹിദുകൾ. പ്രത്യേകിച്ച് ഇവിടെ നമ്മളെ ആ താവയിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ്, വിസ്ഡത്തിൻ്റെ ആളുകൾ. ബാക്കിയുള്ള ഹദീസുകൾ വൈഫാണ്, അത് നമുക്കിവിടെ ചർച്ചയല്ല. പിന്നെ ഖുറാഫികളായിട്ടുള്ള സമസ്തക്കാരായിട്ടുള്ള സൂഫികളായിട്ടുള്ള ആളുകൾ എക്കാലത്തും അവരവരുടെ ഷിർക്കൻ ഇസ്തിഗാസ പിന്നെ തൗഹീദാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വിശുദ്ധ ഖുറാനും സ്വഹീഹ ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യും. അതിന് തെളിവില്ല, ദുർവ്യാഖ്യാനിച്ചുണ്ടാക്കണം. അത് മുജാഹിദുകൾ പിടികൂടുമ്പോൾ അവർ ലൈഫായ ഹദീസായിട്ട് വരും. അതിൽപ്പെട്ട ഒരു ലൈഫായ ഹദീസും ചർച്ചകളുമാണ് ഇപ്പോൾ ഈ ഇബാദുള്ളയുടെ ചർച്ച. ഇതിന് മുൻഗാമികളായ ആളുകൾ കൊടുത്ത സലഫ് ഉലമാക്കൾ കൊടുത്ത അതേ മറുപടി ഉമർ മൗലവിയും അതേപോലെ തന്നെ നമ്മൾ പണ്ഡിതന്മാരെല്ലാം കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് നമ്മളും പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ലൈഫായ ഹദീസ് ചർച്ച ചെയ്യുന്നത്? ഇനി ലൈഫാണെങ്കിൽ തന്നെ അതിൽ ശിർക്കില്ല എന്ന് എങ്ങനെ ചർച്ച വന്നു? അതിവിടെ തൗഹീദ് പഠിപ്പിക്കുന്ന വിഷയത്തിലാണ് ബഹുമാന്യനായ മർഹൂം അബ്ദുൽ ജബ്ബാർ മൗലവിയൊക്കെ ഇവിടെ ചർച്ച ചെയ്തത്. അതാണ് ഇവിടെ സാലിം കീം അതേപോലെ തന്നെ അബ്ദുള്ള എല്ലാവരും ചർച്ച ചെയ്തത്. ഇത് ഒരു കൂട്ടം മുജാഹിദുകളെ ഷിർക്ക് ആരോപിക്കാനും സംഘടന പിടിച്ചെടുക്കാനും ഫിത്ന ഉണ്ടാക്കാനും പാവപ്പെട്ട മുജാഹിദുകളെ പിളർത്തി, കുടുംബത്തിൽ പിളർപ്പുണ്ടായി, ഭാര്യ ഭർത്താക്കന്മാർക്ക് പിളർപ്പുണ്ടായി, മക്കളെ മാതാപിതാക്കൾ പുറത്താക്കി, എന്തെല്ലാം ഉണ്ടായി. എവിടേക്കാണ് ഈ പാപുകാർ എവിടെ ഇറക്കി വെക്കും? അപ്പോൾ അത് വലിയ ഗൗരവമായ സത്യത്തിൽ തൗഹീദിൻ്റെ ആളുകളെ ഷിർക്കാക്കാൻ വേണ്ടിയിട്ട് ഇത് സമസ്തക്കാർ കൊണ്ടുവന്ന അതേ വാദം സമസ്തക്കാരുടെ ആദർശത്തിലേക്ക് എത്തിയ ആളുകൾ CD ടവർ വിഭാഗവും അതേപോലെ തന്നെ മർക്സ് വിഭാഗവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ജനങ്ങൾ സാന്ദർഭിക ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ വസീലത്ത് ഷിർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വലിയ അപരാധം എന്നാണ്. യഥാർത്ഥത്തിൽ കായക്കൊടി ഏത് പ്രബന്ധത്തിൽ അതുണ്ട്. ചില പണ്ഡിതന്മാർ എന്തെങ്കിലും ഫത്തുകളിലും ജിന്നോട് സാധനത്തെക്കുറിച്ച് വസായിൽ ഷിർക്ക് തറായി ഷിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. KJയിൽ അവതരിപ്പിച്ച് നമ്മൾ അന്ന് കോഴിക്കോട് പരിപാടിയിൽ ചോദിച്ചിരുന്നു. ആ ചോദ്യം ഇതുവരെ അവർക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണെന്ന് വെച്ചാൽ
ഈ പണ്ഡിതന്മാർ ആരാണ്? ചില പണ്ഡിതന്മാരാണ് പറഞ്ഞത്, ആരാണ് ഈ പണ്ഡിതന്മാർ? അഥവാ ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ വസീലത്ത് ഷിർക്ക് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് അത് ആയിക്കോടി പറയുന്നു. ആയിക്കോട്ടെ. അപ്പം നമ്മൾ ചോദിക്കുന്നു ആരാണ് ഇത്? ഈ ചോദ്യത്തിലേക്ക് വരാതെ അതിനപ്പുറത്ത് കൂടെ പോയിട്ട് അത് പിന്നെ കേജ് ദോറൽ അങ്ങനെ ഉണ്ടായി, അതുപോലെ തന്നെ ഇതിൽ ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിർക്ക് എന്ന് പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഷിർക്ക് ഇതിലുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കണമെന്നല്ല, വസീലത്ത് ഷിർക്ക് ബിസ്തക്കാരുണ്ടാക്കിയതാണ് എങ്കിൽ ഈ പണ്ഡിതന്മാർ ആര്? ആ ചോദ്യം പ്രസക്തമാണ്. രണ്ടാമത് നമ്മൾ കോഴിക്കോട് ചോദിച്ച ചോദ്യമുണ്ട്. ജമീയത്ത് ഹിയാത്ത് റാസിയുടെ പ്രബന്ധത്തെ പിന്നെ ഫത്വയിൽ ഹമൂദ് നജിദ് ചങ്ങരംകുളം സമ്മേളനത്തിൽ വന്നതാണ്. ഹമൂദ് നജി എഴുതിയ പിന്നെ ഈ കാര്യത്തിൽ എന്താ പറഞ്ഞത്, ഇസ്തിആനത്തും ഇത് കേരളത്തിലെ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്ന പ്രബന്ധത്തിൽ വറാജിഹു വല്ലാഹു അലം അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി അൻവാഉൻ മിൻഹാ മാ ഹുവ ശിർക്കുൻ വമിൻഹാ മാ ഹുവ വസിലത്തുൻ ശിർക്കി വയഹറുമു ജമീഉഹാ മിൻ ബാബി സദ്ദി ദരീഇ ശിർക്ക് ഫൽ ഉലമാഉ മുത്തഫിഖൂൻ അലാ ഹാദൽ ഖൗൽ റാജിഹ് വലാ ഖിലാഫ ബിഹി ഫീഹി ബൈന അഹ്ലിൽ ഇൽമി. ഈ അഥവാ വിസ്തം എന്ന് പറയുന്ന നിലപാടിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട്, വ്യത്യാസമല്ല. നമ്മൾ ചോദിച്ചു, ഇത് പറഞ്ഞ് ജമിയത്ത് ഹിയാത്തുൽ റാസിം ഷിർക്കാണോ പ്രചരിപ്പിച്ചത്? ഇപ്പോൾ ഈ ഗായക്കൊടി തന്നെ ഈ അടുത്തൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് മറുപടി പറയണം. ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്താൽ മതി. അപ്പം ഇത് വിശദീകരിക്കാതെ യഥാർത്ഥത്തിൽ ഇങ്ങനെ പിന്നെ ഇതിൽ പിന്നെ ഇവരുടെ ഒരു സ്ഥിരം നമ്പറുകൾ എന്ന് നമുക്ക് പറയാം. ഒന്നിപ്പോൾ നേരത്തെ സംസാരത്തിൽ തന്നെ അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ ബാക്കി അങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലായി. വന്ധ്യവയോധികന്മാരായ നമ്മുടെ നേതാക്കന്മാർ എന്നൊക്കെ ഒരു വൈകാരികത ഇളക്കി വിട്ടിട്ടുള്ള ഒരു സാധനം, അതൊന്ന്. പിന്നൊന്ന് ഇതൊരു സാങ്കേതികത്വങ്ങളും അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അപ്പോൾ അൽബാനി റഹ്മത്തുള്ളാഹിയുടെ ആ ഒരു പിന്നെ നമ്മളിവിടെ ചർച്ചയായ സംഗതി അതിലുള്ളത് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ്, സൂഫികൾക്കുള്ള ഒരു മറുപടി ആയിട്ട് പറയുന്ന ഒരു സംഗതി അതെടുത്തിട്ട് അതൊരു ആമായിട്ടുള്ള സംഗതിയായിട്ട് അങ്ങനെ പറയാം. എന്നാൽ അതേ അൽബാനിൻ്റെയാണ് നമ്മൾ നേരത്തെ ഫത്വ പറഞ്ഞത്, അതിൽ എന്തുണ്ട്, ഈ പറഞ്ഞ വസീലത്ത് ശിർക്ക് എന്നുള്ള ആശയത്തിലുള്ളതുണ്ട്. അതിനെ അവർ പിന്നെ എന്ത് ചെയ്യണില്ല, എടുക്കണില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ ചില പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു പക്ഷേ ഹനീഫ് കായക്കൊടി ഉദ്ദേശിച്ചതിൽ അൽബാനി ഉണ്ടാക്കാം. പക്ഷേ ഇന്ന് അത് പറയാൻ എന്തില്ല, അത് പറയാൻ ആരാണ് ആ പണ്ഡിതന്മാരെന്ന് വെച്ചാൽ അത് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ്. എന്തായിരുന്നാലും ഇതൊരു തർക്കം എന്നുള്ളതിനപ്പുറം ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞ തൗഹീദിൻ്റെ ആ ഒരു മധുരം നമുക്കെല്ലാവർക്കും നുകർന്ന് മുന്നോട്ട് പോകാൻ കഴിയണം. അതല്ലാതെ ഇത്തരത്തിലുള്ള ചേരി തിരിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ നിലക്കുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കരുത് എന്നുള്ളതാണ് സ്നേഹത്തോടു കൂടി ഉണർത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.